സ്ട്രാപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം. ഹായ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിന് ഇതേപോലെ പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. ഈ ഒരു സ്ട്രാപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം. മിക്ക ഹെൽമെറ്റിന് ഉണ്ടാകുന്ന പ്രശ്നം ഈ സ്ട്രാപ്പാണ്. ഈ സ്ട്രാപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള ഇഷ്യൂ അല്ല, ചില ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പ്രശ്നം വരാറ്. ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മുടെ ഷോപ്പിലോട്ട് വരുമ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം. അതായത് ഈ സ്ട്രാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൽ ഈ സ്ട്രാപ്പിൻ്റെ ഈ ഒരു ഭാഗം തട്ടിയിട്ട് ഭയങ്കര രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാവും. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അതിൻ്റെ അത് ഫീൽ ചെയ്യും, അത് മനസ്സിലാവും. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെറിയൊരു കാര്യം ചെയ്താൽ മതി. നമ്മുടെ ഷോപ്പിലും എല്ലാ ഷോപ്പിലും കിട്ടുന്ന ഒരു സ്ട്രാപ്പ് ഉണ്ട്. നമ്മുടെ ക്രിൽ സ്ട്രാപ്പ് തന്നെയാണ് ഹെൽമെറ്റിൻ്റെ യൂണിവേഴ്സായിട്ട് വരുന്ന സ്ട്രാപ്പ്. ഇത് മേടിച്ചിട്ട് ഇതിൻ്റെ ഈ രണ്ട് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ഹെൽമെറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റായി കിട്ടും. അല്ലാതെ മൊത്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാപ്പ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഡബിൾ ഇയറിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കില്ല. ഇതിപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെൽമെറ്റിനുണ്ട് ഈ ഒരു പ്രശ്നം, പ്രീമിയത്തിലും ഉണ്ട്. ഇപ്പോൾ പ്രീമിയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ MTൻ്റെ ഹമ്മറിൽ ക്വിക്ക് റിലീസാണ് വരുന്നത്, അതിനുണ്ട് ആ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. കഴുത്തിൽ തട്ടിയിട്ട് പെയിൻ വരുന്നുണ്ട്. അതുപോലെ എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് ആ പ്രശ്നമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്താ ചെയ്തതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് ഹെൽമെറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ.